വേടനെതിരെ NIA അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട് കൗൺസിലറായ മിനി കൃഷ്ണകുമാർ ഇപ്പോൾ NIAയും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര വകുപ്പിനെയും സമീപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറയുന്ന ആ പാട്ട് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ പരാതി നൽകിയത്. അതിലേത് വരികളാണ് ഇത്തരത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് എതിരാണെന്ന് തോന്നുന്നത്? അതായത് പ്രധാനമന്ത്രിക്ക് എതിരാണെന്ന് തോന്നാൻ കാരണമല്ല, മോദി കപട ദേശവാദി എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. വാളെടുത്തവൻ എന്നുള്ള പ്രയോഗം അതിനകത്തുണ്ട്, ഊര് ചുറ്റുന്നവൻ എന്നുള്ള പ്രയോഗം അതിനകത്തുണ്ട്. അതെന്താണെന്ന് വേടൻ വിശദീകരിക്കേണ്ട റൈറ്റ് വേടനുണ്ട്. നമ്മൾ പറയുന്നത് എന്താണെന്ന് അയാൾ തന്നെ നമുക്ക് പറഞ്ഞു തരണം. ഡയറക്റ്റ് ആയിട്ട് അയാളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ പറഞ്ഞിരിക്കുകയാണ്. അത് ഞാനൊരു ഇന്ത്യൻ സിറ്റിസൺ ആണ്, ഒരിക്കലും മറ്റൊരു കൺട്രിയിൽ ഇത്തരത്തിലുള്ള പ്രവണത ഒരു കാരണവശാലും അനുവദിക്കില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ ഇത് പറഞ്ഞിട്ട് ഇത്രയും ഡിലേ ആയത് എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ കണ്ണിൽപ്പെട്ട ഉടനെ തന്നെ ഞാൻ ആഭ്യന്തര മന്ത്രാലയത്തിനും NIAയ്ക്കും പരാതി കൊടുത്തിട്ടുണ്ട്. 4 വർഷമായി ഒരു പാട്ട് ഇറങ്ങിയിട്ട് അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു. സമൂഹ മാധ്യമത്തിലൊക്കെ വലിയ രീതിയിൽ യുവാക്കളും അല്ലാത്തവരൊക്കെ ഏറ്റെടുത്തൊരു പാട്ട് കൂടിയാണ്. അതെന്താ 4 വർഷം കഴിഞ്ഞ് ഇങ്ങനെ പരാതിയുമായിട്ട് ഇപ്പോഴാണ് ഈ വിഷയങ്ങൾ പൊങ്ങി വരുന്നത്, അപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൊക്കെ വരുന്നത്. അത് നമ്മൾ കണ്ട ഉടനെ തന്നെ നമ്മൾക്ക് അത് വേണ്ട രീതിയിൽ എങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് ആ രീതിയിൽ തന്നെ പ്രതികരിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. വലിയ ജനപിന്തുണയുള്ള ഒരു കലാകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ആവിഷ്കാര അത് തന്നെയാണ് ഇവിടെ പ്രശ്നം. ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ, ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ ഇൻഫ്ലുവൻസർ ഒരു വലിയ ജനസമൂഹത്തിന്റെ മുമ്പാകെ നിന്നാണ് ഇത് പാടിയിരിക്കുന്നത്. അത് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതെ, അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ അടിമത്ത വ്യവസ്ഥിതി. ഇപ്പൊ എന്താ അടിമത്ത വ്യവസ്ഥിതി ഇപ്പൊ ഭാരതത്തിൽ നിലനിൽക്കുന്നത്? ഒരു തരത്തിലും ഒരു അടിമത്ത വ്യവസ്ഥിതി ഉണ്ടായിരുന്നില്ല. അപ്പൊ പഴയകാല കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് പുതിയ കാലഘട്ടത്തിലേക്ക് ഒരു സംശയത്തിന്റെ വിത്തുവാകുക എന്നുള്ളതാണ് വേടൻ ചെയ്തിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ജാതീയ സങ്കല്പങ്ങളൊക്കെ പുതിയ രൂപത്തിൽ ആൾക്കാരിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നതെന്ന് അതെന്തായാലും അന്വേഷിക്കേണ്ടത് NIAയുടെ ചുമതലയാണ്. അതെ, തീർച്ചയായിട്ടും അദ്ദേഹം വന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന് നിലവിലുണ്ടായിരുന്ന കേസുകൾ, ഇതെല്ലാം അന്വേഷിക്കേണ്ടത് തന്നെയാണ്. വേടനെതിരെ ഏതായാലും രംഗത്ത് വരികയാണ്. ഇത്തരത്തിൽ കൗൺസിലർ പരാതി നൽകിയത് വേടന്റെ പശ്ചാത്തലം കൂടി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. മൽഗോഷ് സി മോഹനൊപ്പം ഗൂഗിൾ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.